നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഐഫോണിൽ നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫയൽ ആപ്പ്. ആ ഒരു ആപ്പിന്റെ കുറച്ച് യൂസ് കേസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏത് ഫോട്ടോ ആണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ഗാലറിയിൽ ഓപ്പൺ ചെയ്യുക. ഷെയർ ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സേവ് ടു ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോൾഡറിൽ ഈ ഒരു ഫോട്ടോ സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫയൽ ആപ്പിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏത് ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ നമുക്ക് ക്വിക്ക് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴത്തായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫോട്ടോ അതുപോലെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്പിൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രസ് ചെയ്ത് പിടിക്കുക. ക്വിക്ക് ആക്ഷൻസിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. നമുക്കിവിടെ ആ ഒരു ഫോട്ടോസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള വെർഷൻ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫോട്ടോയുടെ ഫയൽ ഫോർമാറ്റ് വരുന്നത് .jpg ആണ്. പ്രസ് ചെയ്ത് പിടിക്കുക. ക്വിക്ക് ആക്ഷൻസിൽ കൺവേർട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം JPG അല്ലെങ്കിൽ HEIF എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് ഒരു ഫോട്ടോ നമുക്ക് PDF ആക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോട്ടോ PDF ആക്കണം. ഏതൊക്കെ ഫോട്ടോ ആണ് വേണ്ടത് അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിക്കുക. ക്വിക്ക് ആക്ഷൻസിൽ ക്രിയേറ്റ് PDF എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു PDF ഫയൽ ജനറേറ്റ് ആയിട്ട് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.